നീയും അറിയാതെ ഡയൽ ചെയ്തതാണോ? ഇല്ല ഇല്ല, ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് വിളിച്ചത്. എന്നോട് ഇനി മിണ്ടണ്ട. എന്താ ശിവാനി, തന്നോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോ താനിങ്ങനെ ഫോൺ കട്ട് ചെയ്യില്ലേ? എന്നുവെച്ചാ നീ നേരത്തെ പറഞ്ഞത് ശരിയാണോ? ഞാൻ ചുമ്മാ ജോക്ക് പറഞ്ഞതല്ലേ, താനത് വലിയ സീരിയസ് ആക്കി എടുത്തോ? എങ്കിലും നീ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. എനിക്ക് ദേഷ്യം വന്നു. ശരി, ഐ എം സോറി. സോറി ശിവാനി, ഐ എം റിയലി സോറി. പോട്ടെ, സാരില്ല. നീ എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട. എന്താ ചോദിച്ചാല് തന്റെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. മതി മതി, ഇപ്പൊ എന്നോട് സംസാരിക്കും. എന്നിട്ട് ആരെങ്കിലും കൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പ എന്നെ അങ്ങ് മറന്നേക്കണം. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. 24 hours തനിക്ക് വേണ്ടി ഞാൻ അവൈലബിൾ ആയിരിക്കും. സത്യമായിട്ടും? പ്രോമിസ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഒരു പ്ലീസ് കം പ്ലീസ്. ദമയന്തി, ത്രിവിക്രം. ശിവാനി, ഒരു മിനിറ്റ്, ഞാൻ തിരിച്ചു വിളിക്കാം. ശരി ശരി, പെട്ടെന്ന് തിരിച്ചു വിളിക്കണം, മറക്കല്ലേ. നന്ദീശ, ഗോവിന്ദ, വാ വാ വാ. എല്ലാവരോടും ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഇതെന്റെ ഫ്രണ്ടിന്റെ മോളാ, അമൃത എന്നാ പേര്. ഇവളിവിടെ കുറച്ചു ദിവസം നമ്മുടെ വീട്ടിലുണ്ടാവും. ഈ വന്യമൃഗങ്ങളെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി എന്തോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. അമൃത, ഇതാണ് എന്റെ വൈഫ് ദമയന്തി. പിന്നെ ഇതെന്റെ മകൻ ത്രിവിക്രമൻ. ഹായ്. പിന്നെ ഇവൻ. ഞാൻ ഗോവിന്ദൻ, ഇവന്റെ അമ്മാവനാ. ഇത് നന്ദീശൻ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. നമസ്കാരം. അത് നന്ദീശന്റെ വൈഫാ, മധുമതി. അല്ല മുതലാളി, ഇത് ആരുടെ മകളാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മാത്രല്ല, ഇതിനു മുമ്പെങ്കിൽ ഞാൻ ഈ കുട്ടി കണ്ടിട്ടില്ല. അത് നന്ദീശ, എന്റെ ഒരു ബാല്യകാല സുഹൃത്തിന്റെ മോളാ. അവൻ ചെറിയ പ്രായത്തിൽ തന്നെ ഫോറിനിൽ പോയി സെറ്റിലായി. നിനക്ക് അവനെ അറിയാനുള്ള ചാൻസ് ഇല്ല. ഇവളുടെ ജോലി തീരുന്നവരെ ഇവൾ ഇവിടെ തന്നെ ഉണ്ടാവും. അവൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും വേണം. അവൾക്ക് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാനും പാടില്ല. ഓക്കെ അമൃത, ഇത് നിന്റെ സ്വന്തം വീടായിട്ട് കൂട്ടിക്കോ. ഫീൽ ഫ്രീ. നന്ദീശ. ചേച്ചി, റൂം കാണിച്ചു കൊടുക്ക ചേച്ചി. ഞാനിവിടെ റെസ്റ്റ് എടുക്കാൻ വന്നതല്ല. അറിയാം. പക്ഷെ ഇപ്പോഴും ഞാൻ ആരെയാ കൊല്ലേണ്ടതെന്ന് പറഞ്ഞില്ല. സമാധാനിക്കും. ഈ കൂട്ടത്തിൽ ആരുമല്ല. നാളെ കാണിച്ചു തരാം. ആർക്കെന്തെങ്കിലും സംശയം ഉണ്ടായാ അത് നമുക്ക് ആപത്താ. പോയി റിലാക്സ് ചെയ്തു. ശരി. നമസ്കാരം മാഡം. എന്താ മാഡം ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അകത്തേക്ക് വിളിക്കുന്നില്ലേ? നിക്ക്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ നല്ലത് വേറെ ഒരു ജോലിയില്ലേ നിനക്ക്? എന്താ ഇത് മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്റെ ജോലി ചെയ്തോണ്ടിരിക്കുക. ഐ ആം ഓൺ ഡ്യൂട്ടി. എന്ത് ജോലി? ശ്രീമാൻ ത്രിവിക്രം അവറുകൾ, അതായത് എന്റെ ബോസ്, ശ്രീമതി ശിവാനി മാഡത്തെ, അതായത് നിങ്ങളെ നാളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് അയച്ചതാണല്ലോ. അതിനാൽ താങ്കൾ എല്ലാ തരത്തിലുള്ള തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നാളെ എന്റെ ബോസിനെ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കള്ളം. ത്രിവിക്രം അങ്ങനെയൊക്കെ പറയാൻ ഒരു സാധ്യതയുമില്ല. നീ എന്നെ ഇവിടുന്ന് പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി ഓരോന്ന് പ്ലാൻ ചെയ്തിട്ട് വെറുതെ ത്രിവിക്രമിന്റെ പേര് യൂസ് ചെയ്യാം. അയ്യോ ഈശ്വര, ഞാൻ സത്യം പറഞ്ഞാലും വിശ്വസിക്കുന്നില്ലല്ലോ. അവൻ എന്നെ കാണണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ എന്നെ വിളിച്ചു പറയായിരുന്നല്ലോ. അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും അയക്കുമല്ലോ. നിന്നെ പറഞ്ഞു വിടേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് അതൊന്നും തന്നെ ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ടല്ലേ എന്നെ പോയച്ചത്. ഞാനത് വിശ്വസിക്കണം അല്ലേ? വിശ്വസിച്ചേ പറ്റൂ. എന്താന്ന് വെച്ചാ ബോസിന്റെ കാര്യത്തിൽ ഞാൻ നുണയേ പറയാറില്ല. അത് നിങ്ങൾക്കും അറിയാലോ. ആയിക്കോട്ടെ, വിശ്വസിക്കാം. ഇപ്പൊ നീ ഇവിടുന്ന് പോവാൻ നോക്ക്. മേഡം മേഡം
രാത്രി ഈ സമയത്ത് വന്നതല്ലേ, പുറത്തേക്ക് നോക്കി ഭയങ്കര ഇരുട്ടാ. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയിക്കൊന്നൊരു ഭംഗി വാക്കെങ്കിലും പറഞ്ഞുകൂടെ എന്നോട്? ചോദിക്കാതെയും പറയാതെയും വന്ന് ഇടിച്ചു കയറുന്ന ആളാ നീ. ഞാൻ കൂടെ അങ്ങ് സമ്മതിച്ചു കഴിഞ്ഞാ ഒരാഴ്ച ഇവിടെ വന്നങ്ങ് നിക്കുന്നേ. സൂപ്പർ യാർ, എന്റെ എല്ലാ ക്വാളിറ്റീസും മനസ്സിലാക്കിയിട്ടുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. അറ്റ്ലീസ്റ്റ് കാപ്പിയോ ചായയോ കുടിച്ചിട്ട് പൊക്കോന്ന് പറഞ്ഞോടെ? ആയിക്കോട്ടെ. ഈ സാഹചര്യത്തിന് ഓടുന്നതാണ് നല്ലത്. വരട്ടെ. പിന്നെ എന്താ? ഗുഡ് നൈറ്റ് തൃശൂൽ ഡ്രിങ്ക്സ്. അത് എല്ലാവരും സാധാരണയായി ഗുഡ് നൈറ്റിന് ശേഷം സ്വീറ്റ് ഡ്രിങ്ക്സ് പറയാറില്ലേ? എന്റെ പേര് തൃശൂൽ. നല്ല സ്വീറ്റ് പയ്യന. നിങ്ങളുടെ സ്വപ്നത്തിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും സ്വീറ്റ് ആവില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ. Shut up and get lost. മാഡം, ഞാൻ നല്ല സ്വീറ്റ് ആണെന്ന് വിചാരിച്ച് വല്ലാതെ സ്വപ്നം കാണല്ലേ, ചിലപ്പോ ഷുഗർ കൂടെ. ആയിക്കോട്ടെ മാഡം, പൊക്കോളാം. എന്താണിത്? എന്നെ വിളിച്ചു വരുത്തിയിട്ടും നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ ഇരിക്കുന്നോ? വെറുതെ ഇരുത്താനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? അതിനിപ്പോ എന്താ സംഭവിച്ചേ? എന്ത് സംഭവിച്ചെന്നോ? എന്നെ ഇങ്ങോട്ട് അയച്ചപ്പോ നിങ്ങളുടെ ഗുരുക്കളുടെ മുഖത്തും നിങ്ങളുടെ മുഖത്തും കണ്ട അഗ്നി ഇപ്പൊ ഇല്ല. എനിക്ക് നിന്നെ പോലെ മുഖത്ത് വൈരാഗ്യം പ്രകടിപ്പിച്ച് നടക്കാനാവില്ല. വൈരാഗ്യം പ്രകടിപ്പിച്ചോണ്ട് നടക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പ്രതികാരം തീർക്കേണ്ട ആ വ്യക്തി ആരാണെന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അവൻ ആരാ? എവിടെയാ ഉള്ളേ? അവൻ എന്തായാലും ഈ വീട്ടിലുള്ളവൻ തന്നെ. എന്താ? അവൻ ഈ വീട്ടിലുള്ളവനാണെന്നോ? അങ്ങനെയാണെങ്കിൽ എന്റെ ജോലി എളുപ്പമായി. ആരാണവൻ? ഞാൻ ഇന്നലെ പരിചയപ്പെട്ടവരിൽ അവനുണ്ടായിരുന്നോ? അപ്പൊ അവൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ആരാണ് അവൻ? എവിടെയുള്ളത്? അവന്റെ പേരെന്താ? നീ ഇങ്ങനെ ധൃതി കാണിക്കൊന്നും വേണ്ട. ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയ ഒരു മാറ്ററാണ്. വളരെ സൂക്ഷിച്ച് വേണം ഓരോ ചൂടും വെക്കാൻ. എന്തെങ്കിലും പിഴവ് സംഭവിക്കുന്നതിന് മുൻപ് ആലോചിച്ച് വിഷമിക്കരുത്. അവൻ ആരാണെന്ന് പറയും. ഓക്കെ, നാളെ എന്തായാലും ഞാൻ നിനക്ക് അവനെ നേരിട്ട് കാണിച്ചു തരാം. അപ്പൊ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. കാത്തിരിക്കാൻ ഞാൻ. നാളെ ഞാൻ അവനെ നിന്റെ കൂടെ അയക്കാം. അവനെ നീ പുറത്തേക്ക് കൊണ്ടുപോയി തീർത്ത് കളഞ്ഞേക്ക്. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ആ കാര്യം കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അമൃത, വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുക, ഇത് അത്ര ഈസിയായി നടക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ആ കാര്യം ഏൽപ്പിച്ചത് ഈ അമൃതയാണ്. ഏറ്റെടുത്ത കാര്യം ചെയ്ത് തീർത്തിരിക്കും. നാഗലോകത്ത് നിന്ന് തന്നെ പ്രതികാര ശക്തിയുമായാണ് വന്നിരിക്കുന്നത്. നാശം ഉറപ്പാണ്. തൃശൂൽ, ഇങ്ങ് വാ. പറയാ മുതലാളി, എന്തിനാ അർജന്റായിട്ട് വരാൻ പറഞ്ഞേ? തൃശൂൽ, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞിരുന്നു എന്നോട്, എന്തോ ഡോക്യുമെന്ററിയും ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ആ കാര്യം പറയാൻ വേണ്ടിയാ നിന്നെ വിളിപ്പിച്ചത്. അമൃത, അങ്കിൾ, ഇതാ ഞാൻ പറഞ്ഞ തൃശൂൽ. എന്റെ ഡ്രൈവർ നന്ദീശനെ കണ്ടില്ലേ? അവന്റെ മോന. എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാണ്. നമസ്കാരം. തൃശൂൽ, ഈ കുട്ടിയാണ് അമൃത. ഡോക്യുമെന്ററി ഒക്കെ ചെയ്യുന്ന ജോലിയാ ഇവക്ക്. ഇവള് അതിനു പറ്റിയ ലൊക്കേഷൻ നോക്കി വന്നതാ. ഈ കാടും മേടും പുഴകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളില്ലേ, ഇവക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ നീ ഒന്ന് കൊണ്ടുപോയി കാണിക്കേ. അതാണ് കാര്യം മുതലാളി. അത് നടന്നു തന്നെ കൂട്ടിക്കോ. ഇനി കണ്ടോ, ഞാൻ ഇവരെ കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഇതുവരെ കാണാത്ത മൃഗങ്ങളെ കാണിച്ചു കൊടുക്കാം. അത് മാത്രമല്ല, ഇവളുടെ ജോലി തീരുന്നത് വരെ നീ ഇവളുടെ കൂടെ തന്നെ ഉണ്ടാവണം. വേറെ എങ്ങോട്ടും പോകാൻ പാടില്ല. ശരി മുതലാളി. നടക്കും വേണം, പ്രയാണം ആരംഭിക്കാം. അതായത് കാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞതാ. ഇവൻ ഇങ്ങനെയാ, ആള് വലിയൊരു തമാശക്കാരനാ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. വരും മേഡം, പോവാം. നീ നടന്നോളൂ, ഞാൻ പുറകെ വന്നേക്കാം. ശരി മേഡം. അമൃത, നിന്റെ ഇര അതവനാ. മനസ്സിലായി. നിങ്ങൾ എപ്പോ അവനെ എന്റെ കൂടെ അയക്കാൻ പ്ലാൻ ചെയ്തു, അപ്പോഴേ എനിക്ക് മനസ്സിലായി. സൂക്ഷിക്കണം. ബി കെയർഫുൾ.
നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആ ജോലി കഴിഞ്ഞു എന്ന് തന്നെ വിചാരിച്ചോളൂ. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് ശിവാനി. ത്രിവിക്രം, ഇതൊക്കെ തരാൻ വേണ്ടിയിട്ടാണോ എന്നെ ഇത്രയും ദൂരം കൊണ്ടുവന്ന്? അതെ ശിവാനി, തനിക്ക് ഇഷ്ടായോ? എനിക്കിഷ്ടായി. ത്രിവിക്രം, നീ എനിക്ക് ഇത്രയും പൂക്കളൊക്കെ തരുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന പൂവ് അന്ന് ഞാൻ പറഞ്ഞ നാഗകർണിക പുഷ്പോ. അപ്പോ ഇത് തനിക്ക് ഇഷ്ടായില്ലല്ലേ? അങ്ങനെയല്ല ത്രിവിക്രം, നാഗകർണിക പുഷ്പത്തിന്റെ ഗന്ധം അനുഭവിച്ച എനിക്ക് വേറെ ഒരു പുഷ്പത്തിനോടും അത്ര ഇഷ്ടം തോന്നിയിട്ടില്ല. എനിക്കറിയായിരുന്നത് ശിവാനി, ഞാൻ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ അത് കിട്ടാനേ ഇല്ല. അല്ല, മാർക്കറ്റിൽ കിട്ടുന്ന പൂവായിരുന്നെങ്കിൽ ഇത്ര കഷ്ടപ്പാടില്ല. പക്ഷെ ഇത്, അതിന് മാത്രം എന്താണ് സ്പെഷ്യാലിറ്റി? ഈ മുഴുവൻ പ്രപഞ്ചത്തിലും വെച്ച് നാഗകർണിക പുഷ്പം കിട്ടുന്നത് ഒരേ ഒരു സ്ഥലത്താണ്. ആ പൂവും ഞാനും തമ്മിലുള്ള ബന്ധം തന്നെ വേറെ. എന്ത് ബന്ധം? ത്രിവിക്രം, നീ എല്ലാം മറന്നു പോയെന്ന് തോന്നുന്നു. നാഗലോകത്തിൽ വെച്ച് എനിക്ക് സങ്കടം വരുമ്പോ, എനിക്ക് ദേഷ്യം വരുമ്പോ നീ ആ പൂവ് തന്നാണ് എന്നെ സമാധാനിപ്പിച്ചിരുന്നത്. ശിവാനി, എന്താ അത്? എന്തോ ഒരു ബന്ധമുള്ള കാര്യം പറഞ്ഞില്ലേ? അതെന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. സമയം വരുമ്പോ ഞാൻ പറഞ്ഞോളാം. അതുവരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. ശിവാനി, ശിവാനി എന്നുവെച്ചാ എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല, വിട്. താൻ നോക്കിക്കോ ശിവാനി, അധികം വൈകാതെ തനിക്ക് വേണ്ടി ഞാൻ ആ പൂ കൊണ്ടുവന്നിരിക്കാം. ഇതെന്റെ പ്രോമിസാ. എനിക്ക് ആ വിശ്വാസമുണ്ട് ത്രിവിക്രം. ശ്രദ്ധിക്കണം വേണം. അതായത് നമുക്ക് പോകേണ്ടത് ആ വഴിക്കാം. ഓക്കേ, നോക്കിയേ മേഡം, ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ആമസോൺ കാർഡ്. എങ്ങനെയുണ്ട് കണ്ടിട്ട്? മാഡം, നിങ്ങള് മാരീഡ് ആണോ? എന്തിനാ? അല്ല, ഒന്നുമില്ല. ഇയാളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെന്തായാലും നല്ല ഭാഗ്യമുള്ള ആള് തന്നെയാന്ന് പറയാൻ പറ്റാ. അതെങ്ങനെയാണെന്നറിയോ? നോക്ക്, ഈ കാലത്തെ പിള്ളേർക്ക് എല്ലാവർക്കും ഈ ഫോട്ടോ ഭ്രാന്താണ്. പ്രേമിക്കുന്ന പയ്യനും അതുണ്ടാവും, ഉറപ്പുള്ള കാര്യം അത്. അങ്ങനെ അവന്റെ കയ്യിൽ DSLR ക്യാമറ എടുത്തുകൊണ്ട് ഫോട്ടോ എടുത്ത് കളിക്കാൻ നല്ല രസമായിരിക്കും. ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും, എന്നിട്ട് FBയിൽ ഇങ്ങനെ പോസ്റ്റും ചെയ്യും. പക്ഷെ ഇയാൾ അങ്ങനെയല്ല, അതിന് ഓപ്പോസിറ്റാ. ഇയാളൊരു ഫോട്ടോഗ്രാഫർ അല്ലേ, അപ്പൊ കെട്ടിയവന്റെ ഫോട്ടോസ് പടപടയെന്ന് FBയിൽ ഇടാലോ. ഞാനൊരു തമാശ പറഞ്ഞ മാഡം. നിങ്ങളുടെ നാട്ടിലൊക്കെ ചിരിച്ചു കഴിഞ്ഞാൽ കേസ് എടുക്കും. അല്ല, പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ക്യാമറ വേണം. ക്യാമറ ആണെങ്കിൽ ബാഗിൽ ഇരിക്കുക, അല്ല വേറെ എന്തെങ്കിലും പണിയുണ്ടോ? ഇല്ല, ഫോട്ടോ എടുക്കൽ മാത്രം എന്റെ ജോലി. എന്നാ പിന്നെ ഇത് പിടിക്കുന്നേ? അല്ല മാഡം, നിങ്ങൾ ഈ കാട്ടിലൊക്കെ ഒറ്റയ്ക്ക് പോകാറുള്ള ആളല്ലേ, അപ്പൊ നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേ? ഇല്ല. മാഡം, നിങ്ങൾ മുൻപ് ഏത് കാട്ടിലാണ് പോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ കാട്ടുണ്ടല്ലോ ഭയങ്കര പ്രശ്നമുള്ളതാ. ഈ കാട്ടിലെ പുലിയും സിംഹവും കരടിയും എല്ലാം ഉണ്ടല്ലോ. എങ്കിലും മാഡം പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം മാഡത്തിന്റെ കൂടെ ഒരു പുലിയുണ്ടല്ലോ. മനസ്സിലായില്ലേ? ഞാൻ പുലിയെന്ന് ഉദ്ദേശിച്ചത് എന്നെ തന്നെയാ. ഞാൻ കൂടെ ഉള്ളപ്പോ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലെന്നേ. അങ്ങനെയാണെങ്കിലും മാഡം, വേറൊരു കുഴപ്പമുണ്ട്. ഈ കാട്ടിനുള്ളിലെ ഒരു പാമ്പുണ്ട്. ഈ പാമ്പെന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി പേടിയാണ്. അതുകൊണ്ട് പാമ്പിനെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കണ്ടം വഴിക്ക് ഓടണം. അതിനെപ്പോഴേ റെഡി ആയിക്കും. ഞാൻ വന്ന കാര്യം തീർക്കാതെ എവിടേക്കും പോവില്ല. എന്താ മാഡം ടോണിനൊരു മാറ്റം? മാഡത്തിന് പാമ്പെന്ന് കേട്ട പേടിയൊന്നുമില്ലേ? പേടിയോ? അത് നിനക്ക് മാത്രോ?
മേഡം പാമ്പ് പാമ്പ് ദേ പാമ്പ് പാമ്പ്. എന്ത് പറ്റി മേഡം, പേടിച്ചു പോയോ? അല്ല, എന്തിനാ ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നേ? ഒരു തമാശ പറഞ്ഞല്ലേ മേഡം? ഇതെന്താ സംഭവം? ഈ പെങ്കൊച്ചന്റെ മൈൻഡ് സെറ്റ് മനസ്സിലാവുന്നില്ല. മേഡം പോലെ ഞാനുണ്ട്. ശിവാനി, തനിക്ക് നാഗകർണിക പുഷ്പം ഇഷ്ടമെന്നുള്ള കാര്യം ശരി. എന്നാ ഞാൻ കൊണ്ടിരുന്ന ബാക്കിയുള്ള പൂക്കൾ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. ചേച്ചേ, അങ്ങനെയൊന്നുമില്ല. അത് നാഗകർണിക പുഷ്പം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയില്ലേ, അതിനെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ പൂവ് എനിക്ക്... ശിവാനി, ആ പൂ തന്റെ കയ്യിൽ വെക്കുന്നേക്കാളും മുടിയിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ദാ, ഞാൻ വെച്ചേരാം. കുഴപ്പമില്ല ത്രിവിക്രം, ഞാൻ തന്നെ വെച്ചോളാം. ശിവാനി, പ്ലീസ്. ശിവാനി, ശിവാനി, താനിത് എവിടെയാ ഉള്ളേ? എങ്ങോട്ടാ പോയേ ശിവാനി? ശിവാനി, ശിവാനി, ഇത് എവിടെയാ? ശിവാനി, താനിത് എവിടെയാ? എന്നെ ഇങ്ങനെ കളിപ്പിക്കില്ലേ പ്ലീസ്. ത്രിവിക്രം, ഞാൻ ഇവിടെയുള്ളത്. ഓ, താൻ ഒളിച്ചു നിൽക്കുകയാണല്ലേ? ശരി, പറ്റുമെങ്കിൽ എന്നെ ഒന്ന് കണ്ടുപിടിക്ക്. ഇവിടെ കാണുന്നില്ലല്ലോ. എന്നാലും എവിടെ പോയേ?